ഹായ്, ഞാൻ വന്നിരിക്കുന്നത് ആട്ടം എന്ന മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. റിവ്യൂ പറയുന്നതിനേക്കാൾ മുമ്പ് ഈ മൂവിനെ പറ്റി ഞാൻ അറിഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസം മുമ്പ് വിനയ് ഫോർട്ടിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു റേഡിയോയിൽ. അപ്പോൾ ഞാനിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചാലക്കുടി ടു എറണാകുളം. ആ സമയത്ത് ഞാൻ ആ ഇൻ്റർവ്യൂ കേട്ടുകൊണ്ടിരുന്നത്. ആ ഇൻ്റർവ്യൂവിൽ വിനയ് ഫോർട്ടിൻ്റെ കോൺഫിഡൻസ് അതിൽ ശരിക്കും പറയണ്ടായിരുന്നു ഈ മൂവിനെ പറ്റിയിട്ട്. ഈ ആട്ടം എന്ന മൂവി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഫ്രണ്ട്സ്, ആളുടെ നാടക ട്രൂപ്പിലുള്ള ആൾ, ഡ്രാമ പ്രാക്ടീസ് ചെയ്തിരുന്ന ആളുടെ ക്ലോസ് ഫ്രണ്ട്സ്, അവരെല്ലാവരും കൂടിയിട്ടാണ് ഈ മൂവി ചെയ്യുന്നത് പറഞ്ഞത്. അപ്പോൾ അവർക്ക് അവർ തമ്മിൽ ഭയങ്കര ജെല്ലാണ്. അതിൻ്റെ സ്റ്റോറിയും അടിപൊളിയാണ്. ആ മൂവിയിൽ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂവിൽ പറയണ്ടായിരുന്നു. ഈ മൂവിനെ പറ്റി, ഈ മൂവിയുടെ റിലീസിന് ഏകദേശം 4-5 മാസം മുമ്പാന്ന് തോന്നുന്നു ഞാൻ ഈ ഇൻ്റർവ്യൂ കേട്ടത്. അതിൽ ഭയങ്കര കോൺഫിഡൻസ് ലെവലായിരുന്നു നമ്മുടെ വിനയ് ഫോർട്ടിൻ്റെ ആ വർത്തമാനത്തിൽ. അതിനുശേഷം നമ്മൾ വിനയ് ഫോർട്ടിൻ്റെ ഓരോ മൂവി ഇറങ്ങുമ്പോൾ അന്ന് ആ സമയത്ത് ശരിക്കും ഞാനും വൈഫും കൂടിയാണ് കേട്ടുകൊണ്ടിരുന്നത്. വൈഫ് എപ്പം ചോദിക്കും, ഈ മൂവിയാണോ വിനയ് ഫോർട്ടിൻ്റെ അന്ന് പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ മൂവി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതല്ല, ഇറങ്ങിയിട്ടില്ല. ആട്ടം എന്ന മൂവി ആളതിൽ പറയുന്നുണ്ട്. ആട്ടം എന്ന മൂവി ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് ക്ലാസിക് മൂവി തന്നെയായിരിക്കും എന്ന് മനസ്സിലായി. ഫിലിം ഫെസ്റ്റിവലിൽ നല്ല റെസ്പോൺസ് തന്നെ കിട്ടിയത് പിന്നീട് കണ്ടിരുന്നു. അപ്പോൾ ഈ മൂവി ഞാൻ നേരിട്ട് കണ്ടു. അടിപൊളി മൂവിയാണ്. ഇതിൽ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റത്തെ ഫാക്ടർ, 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഡയറക്ടറുടെ പേര് ആനന്ദ് എഗർഷി. അയാളുടെ ഇതിൽ ആ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്ലോ ബേണർ സ്ക്രിപ്റ്റാണ്. സ്ലോ ബേണർ ത്രില്ലറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രില്ലർ മോഡ് ഉണ്ട് ഒരു സൈഡിൽ. മറ്റൊരു സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഇഷ്യൂ, നമ്മുടെ പാട്രിയാർക്കി, നമ്മുടെ സൊസൈറ്റിയുടെ ഉള്ള ആ ഇഷ്യൂ നമുക്ക് ഇതിൽ ശരിക്കും നല്ല ഡിപ്പെക്റ്റ് ചെയ്യുന്നത്, നല്ല രസമായിട്ട് തന്നെയാണ് ഡിപ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു നാടകം തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. നാടകത്തിനുള്ളിൽ ആ നാടകം സിനിമയുടെ ഉള്ളിൽ, അങ്ങനെ നല്ല രസമായിട്ട് തന്നെയാണ് ഈ മൂവിയുടെ സ്റ്റോറി ചെയ്തിരിക്കുന്നത്. ഇതിൽ നാടകമായതുകൊണ്ട് ആൾക്കാർ തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. 2-3 പേര് നമുക്ക് കണ്ടുപരിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാവരും ഒരു ഫ്രഷ് ഫേസസ് തന്നെയാണ്. പക്ഷേ ആ ഫ്രഷ് ഫേസസ് അത് നമുക്ക് തോന്നില്ല. അവനെ വിനയ് ഫോർട്ട് പറഞ്ഞ പോലെ തന്നെ അവൻ്റെ എല്ലാവരും ഡ്രാമ ഫീൽഡിൽ നിന്ന് വന്നവരായതുകൊണ്ട് അവർക്ക് ആക്ടിങ് നല്ല സ്കില്ല് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മൂവിയുടെ മറ്റൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്ടിങ് തന്നെയാണ്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ട് എല്ലാവരും, ഈച്ച് ആൻഡ് എവരി ആൾക്കാർ, നമ്മൾ അതിൽ ക്യാരക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ഓരോ ക്യാരക്ടറിന് അത് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഷാജോണും പിന്നെ ഇതിൽ നായികയുടെ പേര് ഞാൻ നോട്ട് ചെയ്യാൻ വിട്ടുപോയി. നായിക അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ട്. പിന്നെ നായികയും ഷാജോണും മാത്രമാണ് ആ സെയിം നെയിം യൂസ് ചെയ്യാത്തത്. ബാക്കി എല്ലാവരും റിയൽ ലൈഫിലുള്ള സെയിം നെയിംസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈവൻ വിനയ് ഫോർട്ട് തന്നെ വിനയ് എന്നാണ് പേര് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഭയങ്കര തുടക്കം നമ്മൾ സ്ലോ ബേണർ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്, ഇവരൊരു നാടകം കഴിഞ്ഞ് അതിൻ്റെ സക്സസ് പാർട്ടി നടത്തുന്നു. സക്സസ് പാർട്ടിയിൽ വെച്ചിട്ടൊരു സംഭവം നടക്കുന്നു. അതാരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കുന്നതായിട്ടാണ്. പിന്നെ കണ്ടുപിടിക്കാനായിട്ട് ഇവർ കൂടി ഒരുമിച്ച് ഇരുന്ന് അത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിട്ടാണ്. പ്രോബ്ലം സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, അതിലൂടെ കടന്നു പോകുന്നത്. അത് എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് അതൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കഷൻ. ഇടയ്ക്ക് നമുക്ക് 12 ആംഗ്രി മെന്നിൻ്റെ ഒരു സ്റ്റൈൽ ഫീൽ ചെയ്യും. നമ്മുടെ ഒരു കസാര ചുറ്റും ഇരുന്ന് അവർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഓരോരുത്തർക്ക് അഭിപ്രായം പറയാൻ ടൈം കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷേ അത് ഒരു ചെറിയൊരു നിമിഷം മാത്രമേ ഉള്ളൂ നമുക്ക് ആ റെഫറൻസ് കിട്ടുന്നത്. ബാക്കിയൊക്കെ ഒരു വെറൈറ്റി രീതിയിൽ തന്നെയാണ്. പിന്നെ അതിലൊരു ട്രാക്ക് പോകുന്നുണ്ട്, അത് നല്ല രസമായിട്ടുള്ളതാണ്. ഒരു ഫെമിനിസ്റ്റ് ട്രാക്ക്, അതായത് ലേഡീസിനും അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അടിപൊളിയാണ് ആ ട്രാക്ക്, സൂപ്പറാണ്. ടുവേർഡ്സ് ദ ക്ലൈമാക്സും അത് ഒരു പ്രത്യേക ക്ലൈമാക്സാണ്. ചിലർക്കത് ഇഷ്ടമാവാൻ സാധ്യതയില്ല, പക്ഷേ എനിക്കത് വളരെ ഇഷ്ടമായി ക്ലൈമാക്സ് അങ്ങനത്തെ രീതിയിൽ അവസാനിപ്പിച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ വേർഡ്സ് ഉണ്ടായിരുന്നു, കൂടുതലൊന്നും പറയാൻ പറ്റില്ല, അതൊരു സ്പോയിലറായി മാറും. എന്തായാലും ഒരു അടിപൊളി മൂവി തന്നെയാണ്. ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 8/10 ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആർട്ട് മൂവി, നിങ്ങൾ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്താന്നൊക്കെ രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്ലോ മൂവി ആയിരിക്കും പ്രതീക്ഷിച്ച് പോയി കാണേണ്ട ആവശ്യമില്ല. ഇതൊരു കൊമേഴ്ഷ്യൽ സൈഡും ഇതിനുണ്ട്, ഒരു കൊമേഴ്ഷ്യൽ ടച്ചും ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ഒരു ആർട്ട് ഫിലിമിൽ വേണ്ട കാര്യങ്ങളും ഈ മൂവിയിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ടുള്ള ഒരു ഫിലിമായിട്ട് വേണമെങ്കിൽ പറയാം. ആർട്ട് പ്ലസ് ക്ലാസ് പ്ലസ് കൊമേഴ്ഷ്യൽ ഫാക്ടേഴ്സോ എല്ലാമുള്ള ഒരു മൂവി തന്നെയാണ് ആട്ടം. പിന്നെ ഈ മൂവിയുടെ ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് പോകുമ്പോൾ തെറി വിളിയൊക്കെ ഉണ്ട്. അതുമാത്രം ഒരു വാർണിംഗ് ആയിട്ട് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂവിയുടെ റിവ്യൂവിലേക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അതിൽ മെൻഷൻ ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.
ബൈ.